ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ നമുക്ക് കളർ ഫോട്ടോ ആയിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പ്രത്യേകിച്ചിട്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഒക്കെ കല്യാണ ഫോട്ടോ ഒക്കെ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിട്ടാണ് അവിടെ കാണുക. എന്നാൽ അങ്ങനെയുള്ള ഫോട്ടോസിനെ നമുക്ക് കളർ ഫോട്ടോ ആയിട്ട് മാറ്റാൻ സാധിക്കും. അങ്ങനെയുള്ള ഫോട്ടോസ് നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് മൊബൈലിലേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കളർ ഫോട്ടോ ആയിട്ട് നിർമ്മിക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഏതെങ്കിലും ഫോട്ടോ സ്റ്റുഡിയോയിൽ പോയിട്ട് ആ ഫോട്ടോ കൊടുത്തിട്ട് കളർ ചെയ്യാറാണ് പതിവ്. എന്നാൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ വഴി നമുക്ക് നിർമ്മിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ഫോട്ടോസ് ആണെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ നിന്നും കളർ ഫോട്ടോയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ഒരു ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആപ്ലിക്കേഷൻ ഇവിടെ മുകളിലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പെർമിഷനൊക്കെ ഇവിടെ അലോ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് നമുക്ക് വരുന്നത്. സെൻട്രലായിട്ട് നമുക്കൊരു എക്സാമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണാൻ സാധിക്കും. താഴെയായിട്ട് കളറൈസ്ഡ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോട്ടോയുടെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുനിന്നാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലായിട്ട് ഇവിടെ വലതുവശത്തായിട്ട് ഒരു ഗാലറി ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും ഇവിടെ വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് 2 ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ടാണ്. ഒന്നെൻ്റെ ഫോണിൻ്റെ ക്യാമറയിൽ നിന്നും എടുത്തിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്കൊരു വലതുവശത്തായിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണുന്നുണ്ട്. അതിൻ്റെ ഒറിജിനൽ ഫോട്ടോ നിങ്ങൾക്ക് വലതുവശത്തായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അല്പനേരം നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ ഇവിടെ ചേഞ്ച് ആയിട്ട് വന്നിട്ട് കാണാൻ സാധിക്കും. താഴെയായിട്ട് നമുക്ക് കളറൈസ്ഡ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിലേക്ക് ഇവിടെ മാറുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ ഒറിജിനൽ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ വലതുവശത്തായിട്ട് കാണാൻ സാധിക്കും. ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. ഏകദേശം ആ ഒരു ഫോട്ടോയുടെ കളറൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ടുള്ള ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മുകളിൽ കാണുന്ന ഈ ഒരു സേവ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലേക്ക് ഈ ഒരു ഫോട്ടോ സേവ് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ഫോട്ടോ കൂടി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. സെലക്ട് ചെയ്തിട്ടും അല്പനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ അതിൻ്റെ കളർ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴയ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ കളറുകളൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് കുറേ ആപ്ലിക്കേഷനുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിലും മികച്ചൊരു ആപ്ലിക്കേഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഏതായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.